എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക ക്യാൻസർ ദിനം. ഇങ്ങനെ ദിനം ആചരിക്കുന്നു എന്നതല്ലാതെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസം കൊണ്ട് മലയാളി നേടിയെടുത്ത ഒരു നേട്ടം ഞാൻ കാണുന്നത്, ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള ആർജവം നഷ്ടപ്പെടുത്തിയെന്നത് മാത്രമാണ്. സാധാരണ ഡോക്ടർമാർ മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കുന്നത് ആഹാരത്തിന് മുമ്പ് കഴിക്കണമോ ശേഷം കഴിക്കണമോ എന്ന് മാത്രമാണ്. അല്ലാതെ എനിക്കെന്തുകൊണ്ട് ഈ രോഗം പിടിപെട്ടു എന്ന് ചോദിക്കത്തില്ല. ഇനി അഥവാ ചോദിച്ചാൽ ഡോക്ടർമാർ പറയുന്നത് ബാലൻസ് ഡയറ്റ് കഴിക്കാത്തത് കൊണ്ടാണ്, വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ്, വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി അതും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വന്നാൽ പുകവലിയും മദ്യപാനവും ചൂണ്ടിക്കാണിക്കും. അതുമില്ലെങ്കിൽ പാരമ്പര്യമാണെന്ന് പറയും. എന്നാൽ പാരമ്പര്യമായി കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എവിടെയും ചർച്ച ചെയ്യുന്നില്ല. അത് പറയുമ്പം അടിവരയിട്ട് സൂചിപ്പിക്കേണ്ട ഒരു സംഗതി, രോഗങ്ങളുടെ പേരിൽ പട്ടിക തിരിക്കരുത്. പ്രമേഹം മുതൽ ക്യാൻസർ വരെ, കിഡ്നി രോഗം മുതൽ ക്യാൻസർ വരെ, സ്ട്രോക്ക് മുതൽ ക്യാൻസർ വരെ, ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ, അങ്ങനെ വായിക്കണം. രോഗങ്ങളുടെ പട്ടിക തിരിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം ഭക്ഷണമാണ്. വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ കഴിച്ച് ശീലിച്ചാൽ, 365 ദിവസവും കഴിച്ച് ശീലിച്ചാൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇപ്പം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഉപവാസവും കീറ്റോ കാർണിവർ ഡയറ്റും ഫോളോ ചെയ്യുക, അത് പ്രചരിപ്പിക്കുക എന്നതുള്ളതാണ് ഇത്തരം രോഗങ്ങളെ ചെറുക്കാനുള്ള ശരിയായ പോംവഴി. 4000 കോടി രൂപയിലധികമാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചത്, പുറത്തു വന്ന കണക്ക്. ഇനി സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവഴിച്ചതിൻ്റെ കണക്ക് പുറത്തു വന്നാൽ ഇതിലും ഭീമമായ തുകയായിരിക്കും. കിഡ്നി രോഗികളെയും കരൾ രോഗികളെയും ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കുള്ള തുക ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ തെറ്റായ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ക്യാൻസർ വിദഗ്ധൻ ഇന്ന് ജനൻ ടി വിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ച സംഗതി ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ പഴങ്ങളും പച്ചക്കറികളും സമീകൃത ആഹാരമായ കാർബോഹൈഡ്രേറ്റും ഒക്കെയാണ് പറയുന്നത്. അവർ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, കേരളത്തിൽ ക്യാൻസർ രോഗികൾക്ക് ഒരു കുറവുമില്ല. അപ്പം എന്നെ കാണുന്നവരോട് എനിക്ക് അപേക്ഷിക്കാൻ ഉള്ളത്, കീറ്റോ കാർണിവർ ഡയറ്റ് പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിന് ശരിയായ പോംവഴി. സർക്കാരിന് അതിന് മുൻകൈ എടുക്കണം, യുവാക്കൾ അതിന് മുൻകൈ എടുക്കണം, യുവതികൾ മുൻകൈ എടുക്കണം. സ്കൂള് തലം മുതൽ ഈ ഭക്ഷണ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ 5000 കോടി മുടക്കിയിട്ട് തിരിച്ചു കിട്ടാത്ത ആരോഗ്യം നമുക്ക് മലയാളികൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.